വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇറാനെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്തകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം വെനിസ്വേലൻ എണ്ണ ട്രംപിന് എവിടെയെങ്കിലും കൊണ്ട് വിറ്റേ മതിയാകും. അതുകൊണ്ട് തന്നെ ഇറാനെ ഇപ്പോൾ ട്രംപിന് അടിക്കേണ്ടതും അല്ലെങ്കിൽ ഇറാനെ അസ്വസ്ഥതപ്പെടുത്തേണ്ടതും അതുവഴി GCC രാജ്യങ്ങളെ പ്രക്ഷുബ്ധമാക്കേണ്ടതും ട്രംപിന് വളരെ വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും റഷ്യൻ എണ്ണ അതിന്റെ ഇറക്കുമതി ഇന്ത്യയിലേക്ക് കുറഞ്ഞതും റഷ്യയെ ഓവർടേക്ക് ചെയ്ത് സൗദി അറേബ്യ ഇപ്പോൾ ഇന്ത്യയുടെ നമ്പർ 1 എണ്ണ വിതരണക്കാരായി മാറിയിട്ടുമുണ്ട്. അതിനിടയിൽ ഇന്ത്യ വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങിക്കാനായി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ GCC രാജ്യങ്ങളെ പ്രക്ഷുബ്ധമാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ട്രംപിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഒന്ന് ശ്വാസം വിടാനായിട്ട് സാധിക്കും. കാരണം വെനിസ്വേലൻ എണ്ണ ലോകം മുഴുവൻ കച്ചവടം നടത്തി ശ്വാസം വിടാനായി സാധിക്കുമെന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ കൊടി കെട്ടിയ പത്രമാണ്. ടൈംസ് ഓഫ് ഇസ്രായേൽ റോയിട്ടേഴ്സിനെ ഉദ്ധരിച്ച് പറയുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും പോലുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല ഇറാനുമായിട്ടുള്ള യുദ്ധം എന്നാണ്. ഇറാനുമായി പഴയ പോലെ ഒരു അടി അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഇതിൽ ഇത്തവണ കാര്യങ്ങൾ നിൽക്കില്ല. ഒരു അടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളമോ മാസങ്ങളോളമോ നീണ്ടു നിൽക്കുന്ന വലിയൊരു യുദ്ധമായി മാറും. പശ്ചിമേഷ്യ വലിയ രീതിയിൽ കലുഷിതമാകുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഇത് വലിയൊരു പോയിന്റാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ സ്ട്രാറ്റജി അമേരിക്ക മാറ്റിയിരിക്കുകയാണ്. നേരത്തെ എബ്രഹാം ലിങ്കൺ കൊണ്ട് ഡീഗോ ഗാർഷ്യയിലിട്ട അമേരിക്ക ഷാഹിദ് ബഗേറി ഇറാൻ ആണെങ്കിൽ അവരുടെ ഹോർമോസ് കടലിടുക്കിലും കൊണ്ടിട്ടു. ഇപ്പോ അമേരിക്ക തങ്ങളുടെ സ്ട്രാറ്റജി മാറ്റി ഒരടി ഇറാന് കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ആ തിരിച്ചടി സമ്പൂർണ്ണമായി തടയുകയും വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പോ അമേരിക്കയുടെ എബ്രഹാം ലിങ്കനെ കിഴക്കോട്ട് മാറ്റിയിരിക്കുകയാണ്. കിഴക്കോട്ട് മാറ്റി ഇപ്പോൾ USS ജെറാൾഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് ഇറാനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇറാനെ വളയുന്ന ഒരു കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നുള്ള കാഴ്ചയാണ്. അത് ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ ഗുണകരമായിരിക്കില്ല എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത്. കാരണം ഇറാനെ അങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെ തൊടുകയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ലോകരാജ്യങ്ങളെ ഇപ്പോ ബാധിക്കുക? അത് അമേരിക്കയ്ക്ക് ഒരു ഗുണകരമായി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഇനി വെനിസ്വേലൻ എണ്ണ ഡോളറിൽ വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ബ്രിക്സ് പോലുള്ള നമ്മൾ കെട്ടിപ്പടുത്ത പല സംവിധാനങ്ങളിൽ നിന്നും ഈ ഡോളറൈസേഷൻ ഒരു പരിധി വരെ തടയാനായി സാധിക്കുമെന്ന് അമേരിക്ക വിചാരിക്കുന്നു. എന്ത് തോന്നുന്നു? ഇതില് ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു ഇസ്രായേലിലെ പ്രമുഖ മാധ്യമമാണ്. അതിലവര് ഇറാനെ തകർക്കാൻ കഴിയില്ലെന്ന്, ഇസ്രായേലിന്റെ ആയാലും അമേരിക്കയുടെ ആയാലും പരമമായ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ഖമേനി ഭരണകൂടത്തെ കളയുക, എന്നിട്ട് ഇവരുടെ ഒരു ആളുകളെ അവിടെ വെക്കുക, ഇവർക്ക് ഇതായിട്ട് ഫേവറായിട്ടുള്ള ആൾക്കാരെ വെക്കാതെ. അവര് അതിനകത്ത് ആ റിപ്പോർട്ടിൽ പറയുന്നത്, റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിനെ അവർ ഉദ്ധരിച്ചിട്ട് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക നടത്തുന്ന സൈനിക വിന്യാസവും സൈനിക നീക്കവും എല്ലാം തന്നെ ആഴ്ചകൾ ഇല്ലെങ്കിൽ മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. മുമ്പ് അവരങ്ങനെ അല്ലായിരുന്നു ഇറാന്റെ കേസിൽ ചെയ്തിരുന്നത്. ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അറ്റാക്ക് ചെയ്യുക, ആ 2-3 ദിവസത്തിനുള്ളിൽ ഇത് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്ക കരുതുന്നു ഇറാൻ പഴയതുപോലെ ആയിരിക്കില്ല, അവരുടെ തിരിച്ചടി വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് അമേരിക്ക കരുതുന്നു. അമേരിക്ക, അതായത് നാളെ അമേരിക്ക തകർക്കുമെന്നല്ല, അമേരിക്ക തകർക്കാൻ കഴിയത്തുമില്ല. കാരണം രണ്ടും രണ്ട് വഴിക്ക് കിടക്കുന്ന രാജ്യങ്ങളും ഇറാൻ അത്രത്തോളമുള്ള വ്യോമ സംവിധാനങ്ങളും ഇല്ല, മറ്റു സംവിധാനങ്ങളും ഇല്ല. പക്ഷെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈന്യമാണ്, ഏറ്റവും ദീർഘദൂര മിസൈലുകളുള്ള ഈ ഫത്ത 1 ഫത്ത 2 എന്നൊക്കെ പറഞ്ഞുള്ള ദീർഘദൂര മിസൈലുള്ള രാജ്യവും ഇറാനാണ്. അവര് ചുറ്റും കിടക്കുന്ന അമേരിക്കൻ പക്ഷപാതികളായ രാജ്യങ്ങളിലേക്കുള്ള US താവളങ്ങൾ അവർ ആക്രമിക്കാം, ഹോർമസ് കടലെടുക്കുക, അവർ നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ പണി തരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് തകർന്നാലോ ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഈ വാർഷിപ്പുകൾക്ക് അറ്റാക്ക് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവർ തകർക്കുമെന്നല്ല പറയുന്നത്, അറ്റാക്ക് നടത്താനുള്ള കപ്പാസിറ്റി ഇറാനുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും പറയുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ പഴയതുപോലെ ആയിരിക്കും ഇറാൻ സർവ്വശക്തിയും എടുത്ത് അവരുടെ അവസാന പോരാട്ടത്തിന് അവർ ഇറങ്ങും എന്ന് തന്നെ അമേരിക്ക കരുതുന്നു. അതിനുള്ളൊരു വലിയ മുന്നൊരുക്കമാണ് നടത്തുന്നത്. ഇസ്രായേലും അങ്ങനെ തന്നെ കരുതുന്നു. ഒരുപക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ ഇസ്രായേൽ കളത്തിൽ ഇറങ്ങാൻ സാധ്യതകളില്ല. കാരണം ഇസ്രായേൽ കളത്തിൽ ഇറങ്ങിയാൽ പിക്ചർ മാറും. കാരണം ഈ അറബ് രാഷ്ട്രങ്ങൾ പൊടുന്നന്നെ അത് തിരിയും, അവർ അമേരിക്കക്കെതിരെ തിരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരിക്കലും നേരിട്ട് എത്താൻ സാധ്യതയില്ല. പക്ഷെ യുദ്ധം ഒരുപാട് നീണ്ടുപോയാൽ ഇസ്രായേലിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് അവർ ഇടയ്ക്ക് കയറി പണി നടത്താനുള്ള സാധ്യതകളും ഇല്ലാതില്ല. പക്ഷെ ഇപ്പൊ അമേരിക്ക ഇപ്പൊ പ്ലാൻ ചെയ്യുന്ന, ഈ പത്രം പറയുന്നത്, ഓൺലൈൻ പറയുന്നത് ഇങ്ങനെയാണ്, കമാൻഡോ ഓപ്പറേഷൻ അടക്കം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് കമാൻഡോ ഓപ്പറേഷൻ, അതിൽ പറയുന്ന കാര്യം പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ
സൈനിക താവളങ്ങൾ, അവിടെ കമാൻഡോ ഓപ്പറേഷൻ മുഴുവൻ ഇല്ലാതാക്കുക. പക്ഷെ അതല്ല കമാൻഡോ ഓപ്പറേഷൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഖമേനിയാണ് അവരുടെ ലക്ഷ്യം. അതായത് എന്നിട്ട് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, മഡൂറോയെ പോലെ എളുപ്പമല്ല ഇറാൻ അതിനെ പിടിക്കുക. അതിനവർ ഉത്തമ ഉദാഹരണം പറയുന്നത് ഗൾഫിലെ ഏറ്റവും വലിയ വാറ് ഈ ഇറാൻ ഇറാഖ് വാറ്, അതിനുശേഷം നടന്ന ഈ അമേരിക്ക ഇറാഖ് വാറായിരുന്നു. ആ വാറിലൂടെ എന്താണ് അമേരിക്ക ഈ ലോകത്തിന് നൽകിയത്? സദാം ഹുസൈന്റെ രാസായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു വലിയ പോരാട്ടം നടത്തി. ഇന്ന് ഇറാഖിന്റെ അവസ്ഥ എന്താ? യസീദികൾക്ക് ഒരു ഭാഗം, ISIS ഒരു പ്രവിശ്യ, അങ്ങനെ സെപ്പറേറ്റ് പ്രവിശ്യകളായി ചിഹ്നിച്ചെറിയ ആ രാജ്യം പോയി. സദാം ഹുസൈൻ ഒരു ടണലിൽ നിന്നാണ് പിടിക്കുന്നത്. സദാം ഹുസൈന്റെ രാസായുധം ഉണ്ടെങ്കിൽ സദാം ഹുസൈനെ കണക്കൊരു ഭരണാധികാരി നമുക്കറിയാം. അവസാന നിമിഷം വിധി പറയുമ്പോഴും ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ഒരു പിക്ചറാണ് നമ്മൾ കണ്ടത്. കോടതി തൂക്കിലേറ്റാൻ നേരത്തും ഒരു കൂളായിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി അങ്ങനെയാണ് പണ്ടേക്ക് രാസായുധം ഉപയോഗിച്ചില്ലല്ലോ. എന്നിട്ട് ഈ അമേരിക്കയ്ക്ക് എവിടെയെങ്കിലും രാസായുധം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അതുപോലെയല്ല ഇറാന്റെ കേസ്. അപ്പം ഇത് പറഞ്ഞ് ആ രാജ്യം ഛിന്നഭിന്നമാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് എന്നിട്ട് എന്താണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ടുപോകപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ വന്നില്ലേ? സിറിയ പോലെ, യമൻ പോലെ എല്ലാം വന്നു. പക്ഷെ അത് ആ രാജ്യത്തിന്റെ കയ്യിരിപ്പും കൂടി ഉണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട. പക്ഷെ ഇവിടെ ഇതിനകത്ത് വരാൻ പോകുന്നൊരു വലിയ ഭവിഷ്യത്ത് ഇത് ഒരു യുദ്ധമായിട്ട് വരികയും അത് ഹോർമുസ് കടലിടുക്കിനെ ബാധിക്കുകയും ചെയ്ത് അനുഷ് പലർക്ക് ട്രംപിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള GCC രാജ്യങ്ങളെ എണ്ണ കച്ചവടം തീർന്ന് തങ്ങളുടെ എണ്ണ കച്ചവടമൊക്കെ ചെയ്യും. അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ ഇത് ലോകത്തുണ്ടാകുന്ന അസ്ഥിരതയുണ്ട്. ഇന്ത്യയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നതിൽ ഒരു രാജ്യം, പ്രധാനപ്പെട്ട രാജ്യം. കാരണം എണ്ണ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് സ്തംഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ വിചാരിക്കും വണ്ടി ഓടുന്നു, വണ്ടി ചരക്ക് ഗതാഗതം മാത്രമല്ല, ഫാക്ടറികൾ ഉൾപ്പെടെ ഉള്ളവ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡീസലും മറ്റുള്ള അങ്ങനെയുള്ളതെല്ലാം വേണം നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ മേഖല സ്തംഭിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിന് നന്നായിട്ട് അറിയാം ഇതൊരു വൈഡായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കഞ്ഞൂടിയും മുട്ടും. ഇതെല്ലാത്തിനും ഒരു ഭവിഷ്യത്ത് വരും എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഇനി മുൻപിനൊന്നും നോക്കാനില്ല. കാരണം ആത്യന്തികമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. കാരണം അവർക്ക് നന്നായി അറിയാം ഖമേനിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഈ ഒരു അമേരിക്ക ഓപ്പണായിട്ട് പറഞ്ഞുള്ളൂ. ട്രംപ് പറയുന്നുണ്ടല്ലോ നല്ലൊരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രശ്നത്തിനൊന്നും ഇല്ല. നല്ല ഭരണകൂടം എന്ന് പറയുന്നത്, പക്ഷേ ഈ അമേരിക്കയ്ക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മുഖമില്ല ഉയർത്തി കാണിക്കാൻ. ഇപ്പൊ നമുക്ക് പകരം വെക്കാൻ ഒരാൾ വേണ്ടേ? അവിടെ ഈ രാജകുമാരൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇല്ല. ഈ ഇവിടെ മറ്റേ ഈ പ്രക്ഷോഭം നടത്തിയ ആളുകൾക്ക് വ്യത്യസ്ത ഗ്രൂപ്പുകൾ അവർക്കങ്ങ് ഏകീകൃതമായിട്ട് ഇന്ന ആൾ വരുമെന്നോ ഇല്ല വരണമെന്നോ ഒന്നും ഇല്ല. എല്ലായിടത്തും ജൻസി പ്രക്ഷോഭങ്ങളുടെ അവസ്ഥ ഇതാ. അവർക്കൊരു ഏകീകൃത നേതാവില്ല. ഇതിപ്പോ ജൻസികളല്ലായിരുന്നു, ഏകീകൃത ഒരു സ്വഭാവമില്ല. ഒരാൾ വേണ്ടേ, ഒരു ലീഡർഷിപ്പിൽ ഒരാൾ വേണ്ടേ? ആളില്ല. ആളവിടെ വിദേശത്ത് ഒളിവിലിരിക്കുക, ഇല്ലെങ്കിൽ വിദേശത്ത് സുഖവാസം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവന നടത്തുകയാണ്, ഞാൻ വരുന്നു, ഞാൻ ഭരണാധികാരി. അതിനെ ആരും സപ്പോർട്ട് ചെയ്തു. അതാണ് അമേരിക്കയുടെ വലിയ പ്രശ്നം. ഇത് ആരെ വെക്കും? ഇല്ലെങ്കിൽ പിന്നെ ഇവർക്കൊരു പാവ സർക്കാരിനെ വാഴിക്കാൻ പറ്റും. ഇപ്പൊ യൂനസിനെ വാഴിച്ചില്ലേ ബംഗ്ലാദേശിൽ. എന്നിട്ട് ഇപ്പൊ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താണ്? ഇപ്പൊ ആകപ്പാടെ നാശാവശമായിട്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് അത് മാറി. ഇറാഖിന്റെ അവസ്ഥ എന്താണ്? യമനിന്റെ അവസ്ഥ എന്താണ്? സിറിയയുടെ അവസ്ഥ എന്താണ്? പക്ഷെ ആ രാജ്യങ്ങൾ കൂടി അതിനകത്ത് പങ്കുണ്ടായി. ഇനി അഫ്ഗാനിസ്ഥാനിൽ 10-20 കൊല്ലം കമ്മ്യൂണിസ്റ്റ് ഭരണം തകർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ രഹസ്യമായിട്ട് നീക്കം തുടങ്ങിയത് അമേരിക്ക. അത് പോയിട്ട് ഇവരുടെ രീതിയിലുള്ള ഭരണകൂടത്തെ വന്നില്ലേ? എന്നിട്ട് അവിടെ എന്തെങ്കിലും ഭീകരപ്രവർത്തനം ഇല്ലാതായോ? ഇവരുടെ കീഴിലുള്ള ഭരണകൂടം വന്നില്ലേ? അതിനുശേഷം എന്ത് പറ്റി? താലിബാൻ ശക്തമായപ്പോഴത്തേക്കും പിന്നെയും വന്നില്ലേ മൊത്തത്തിൽ തകർക്കാനായിട്ട്? എന്തായി? ഒന്നും ആകില്ല ആ രാജ്യത്ത്. അതായത് നമ്മൾ ഒരു രാജ്യത്തെ തകർക്കുമ്പോൾ അതിന് പിന്നിൽ അമേരിക്കയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ കാണും. പക്ഷെ ഒരു രാജ്യം തകരുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വിഷവസ്തുക്കൾ പുറത്തേക്ക് വമിക്കുമെന്നുള്ള കാര്യം കൂടെ ഉണ്ട്. കാരണം ഇപ്പൊ ഇറാൻ തകർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അവിടെയുള്ള മിലീഷ്യസും മറ്റുള്ളവരും ലോകത്തിന് മുഴുവൻ തലവേദന സൃഷ്ടിക്കുന്ന ഭീകര ഗ്രൂപ്പുകളായി തന്നെ വളരെ നിലവിൽ തന്നെ അവരിപ്പോൾ ഹിസ്ബുള്ളയുണ്ട്, ഹൂത്തി വിമതന്മാരുണ്ട്, മിലീഷ്യൻസ് ഉണ്ട്. അങ്ങനെ അവർക്ക് ഇപ്പൊ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഗ്രൂപ്പുകളൊക്കെ ഉള്ളതാണ്. അപ്പം ഒരുപക്ഷെ പരിമിതമായിട്ടൊരു സ്ട്രൈക്ക് ആണെങ്കിൽ, പക്ഷെ അത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഈ റോയിട്ടേഴ്സ് പത്രം ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റോയിട്ടേഴ്സ് പത്രത്തെ ഉദ്ധരിച്ച് തന്നെയാണ് ഇസ്രായേലിന്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ ചെയ്യുന്നില്ല. ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ വാർത്തയല്ലത്, അവർ റോയിട്ടേഴ്സിനാണ്. കാരണം ടൈംസ് അങ്ങനെയാണ് ആ വാർത്ത പോകുന്നത്. ഏതായാലും അത് ഉടനടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഏത് നിമിഷവും ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരു തീപ്പൊരി വീണാൽ മതി, മൊത്തത്തിൽ അതൊരു യുദ്ധമായി തീരും.